ഇത് കണ്ടോ, അത് സിറ്റിസൻ്റെ ഒരു സ്പെഷ്യൽ വാച്ചാണ്. സാധാരണ സിറ്റിസൺ വാച്ചുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു 10,000-15,000 രൂപ വില വരുന്ന വാച്ചുകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്നാൽ സിറ്റിസന് വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള വലിയ മോഡലുകളുണ്ട്. ഹൈനസ് സിറ്റിസൺ, ഗ്ലോറിയസ് സിറ്റിസൺ എന്നൊക്കെ പേരിലുള്ള വാച്ചുകൾ. ഇതൊക്കെ 60s-ലും 70s-ലും ഒക്കെ ഇറങ്ങിയ വാച്ചുകളാണ്. ഈ വാച്ചിൻ്റെ വില എന്ന് പറയുന്നത്, ഇത് ഹൈനസ് സിറ്റിസനകത്ത് വരുന്ന വാച്ചാണ്. ഇതിന് 2 ലക്ഷം രൂപയ്ക്ക് മേളിൽ വിലയുള്ള വാച്ചാണ്. ഇതേ മോഡലിൽ തന്നെ ഗ്ലോറിയസ് സിറ്റിസൺ വരുന്നുണ്ട്. അതിന് ഏകദേശം 15 ലക്ഷം രൂപയോളം വിലയുള്ള വാച്ചാണ്. ഈ വാച്ചിൻ്റെ കോംപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഒരു സ്പെഷ്യൽ കോംപ്ലിക്കേഷനാണ് ഈ വാച്ചിനകത്തുള്ളത്. അത് ഓറോളജിക്കൽ ലോകത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള, ഇന്ന് പാത്തക് ഫിലിപ്പ് പോലെയുള്ള വലിയ എപ്പിജോൺ പോലെയുള്ള വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഹോറോളജി ഹാൻഡിൽ ചെയ്യുന്ന സ്പെഷ്യൽ വാച്ച് മേക്കേഴ്സിന് പോലും ചെയ്യാത്ത കാര്യമാണ് സിറ്റിസൺ 60s-ലും 70s-ലും ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് കാണാം, പരിചയപ്പെടാം. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വാച്ച് കോംപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ജപ്പാൻകാരുടെ വാച്ച് നിർമ്മാണ മേഖലയിൽ വളരെ വലിയ മത്സരം നടന്ന ഒരു കാലഘട്ടമാണ് 60s-ഉം 70s-ഉം ഒക്കെ. അന്ന് സീക്കോ, കിങ് സീക്കോയും ഗ്രാൻഡ് സീക്കോയും ഒക്കെ ഇറക്കിയപ്പം അതിനെ മത്സരിക്കാൻ സിറ്റിസൺ കൊണ്ടുവന്ന വാച്ചുകളാണ് ഗ്ലോറിയസ് സിറ്റിസനും ഹൈനസ് സിറ്റിസനും. ഹൈനസ് സിറ്റിസൻ്റെ 7730 എന്നുള്ള ഹൈ ബീറ്റ് മൂവ്മെൻ്റാണ്. ഒരു മണിക്കൂറിൽ 36,000 ചലനങ്ങളാണ് ഇതിൻ്റെ ബാലൻസ് വീല് നടത്തുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡേ ഡേറ്റ് ക്വിക്ക് സെറ്റിംഗ് ആണ്. ഇത് വളരെ അഡ്വാൻസ്ഡ് ആയ ക്രൗൺ പ്രസ്സിങ് കോംപ്ലിക്കേഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് സിറ്റിസൺ വിളിക്കുന്നത് പുഷ് ക്രൗൺ ഡേ ഡേറ്റ് സിസ്റ്റം എന്നാണ്. ഈ വാച്ച് വളരെ ഫ്യൂ വാച്ചസ് മാത്രമേ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളൂ. വാച്ചിൻ്റെ ഡേ ഡേറ്റ് ക്വിക്ക് സെറ്റ് ചെയ്യാൻ നോർമൽ രീതിയിൽ പിടിച്ച് നമ്മൾ ക്രൗണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ചിൻ്റെ ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ വാച്ച് തലകീഴായി പിടിച്ച് ക്രൗൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേയും മാറും. പൂർണ്ണമായും തലകീഴായി പിടിക്കുന്നതിന് പകരം ഒരു 60 ഡിഗ്രി ചരിച്ച് പിടിച്ചാൽ പോലും നമുക്ക് ഡേയും ഡേറ്റും ഈസി ആയിട്ട് ക്വിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരമൊരു സിസ്റ്റം അന്ന് വരെ വാച്ച് ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സിസ്റ്റമാണ്. അതിനകത്ത് വന്നിരിക്കുന്ന കോംപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്. ഭൂമിയുടെ ഗ്രാവിറ്റി അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു റോക്കിംഗ് ലീവറാണ് ഇതിനുള്ളത്. അതൊരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 1 മില്ലിമീറ്റർ മൂവ് ചെയ്തിട്ട് ഡേ ഡേറ്റിൻ്റെ പല്ലുകളിൽ ഹാങ് ചെയ്ത് താഴേക്ക് വലിക്കുമ്പോഴാണ് ഡേയും ഡേറ്റും ഇങ്ങനെ മാറുന്നത്. സിറ്റിസൻ്റെ വാച്ച് മേക്കിംഗ് ഹിസ്റ്ററിയിലെ ഏറ്റവും അണ്ടർ അപ്രീഷിയേറ്റഡ് ഹൈ എൻഡ് വാച്ചായാണ് ഇതറിയപ്പെടുന്നത്. എന്നാൽ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് ക്വാർട്സ് ഇന്നോവേഷന് നിഴൽപ്പെട്ടുപോയി സിറ്റിസൻ്റെ വാച്ച് മേക്കിംഗ് ഹിസ്റ്ററിയുടെ ഏറ്റവും വലിയ അഭിമാനമാകേണ്ട ഈ ടെക്നോളജിയും ഈ വാച്ചും അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളതാണ്.